നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവേതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഹാർമോണിയം വായിച്ചിരിക്കുന്ന സംഗീതപ്രിയനായ ഉണ്ണികൃഷ്ണനായിരുന്നു എന്നാണ് കേട്ടറിവ്. ഞാൻ ഇന്നലെ കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും ഉണ്ണികൃഷ്ണന്റെ പാദത്തിലെ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. എൻ്റെ സന്തോഷങ്ങളെല്ലാം ഞാൻ നിങ്ങളോടാണ് ഷെയർ ചെയ്യാറ്. ഈ സന്തോഷത്തിന് നിങ്ങളാണ് കാരണക്കാര്. അതുകൊണ്ട് നിങ്ങളോട് എന്തായാലും പറഞ്ഞേ പറ്റൂ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 50,000 ആയിട്ടുണ്ട്. ഇന്നലെ 50,000 പേര് നമ്മളുടെ ഈ ഒരു കുടുംബാംഗ ആയതിൽ, കൃഷ്ണാര്യ മിത്രങ്ങളായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പതുക്കെയാണ് കേട്ടോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓരോ പടിപടിയായിട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ പതുക്കെ പതുക്കെയാണ് നമ്മൾ 50,000-ത്തിലേക്ക് എത്തിയത്. ഒരുപാട് സന്തോഷമുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ്. നമ്മളെല്ലാവരും ഒന്നാലോചിച്ച് നോക്കൂ. ആരാലും അറിയപ്പെടാതിരുന്ന ഒരു വ്യക്തി 50,000 പേരടങ്ങുന്ന ഒരു കുടുംബത്തിലെ 50,000 പേരും അറിയുന്ന ഒരാളായി എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഗുരുവായൂരപ്പനാണ്. മുഴുവൻ ക്രെഡിറ്റ് ഗുരുവായൂരപ്പനും. പിന്നെ ഇതിൽ എന്തെങ്കിലും ഒന്ന് ഒരു നേട്ടമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനുവേട്ടനാണ്. ഞാൻ ഒട്ടുമല്ല. ഒരിക്കൽ ഇതെല്ലാം അവസാനിപ്പിച്ച് ക്യാമറയ്ക്ക് പിന്നിലേക്ക് ഓടി ഒളിച്ച് എന്താ പറയുക, എൻ്റെ വീട്ടിൽ സങ്കടത്തോടെ ഇരുന്നിരുന്ന എന്നെ അവിടെ നിന്നൊക്കെ ഉയർത്തി ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞ് ക്യാമറയുടെ മുമ്പിൽ വീണ്ടും കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അപ്പോൾ ഇങ്ങനൊരു ലൈഫ് പാർട്ട്ണറെ എനിക്ക് തന്നതിലും ഗുരുവായൂരപ്പനോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. ഗുരുവായൂരപ്പനോട് നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. ഗുരുനാഥനോട് നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സഹായങ്ങൾ ഈ ഒരു യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാദത്തിലും നമസ്കരിക്കുന്നു. മനുവേട്ടനോട് കോടി നന്ദി പറഞ്ഞാലും തീരില്ല. അത്രയും മാത്രമല്ല, ഇപ്പോൾ എനിക്കറിയാം ഈ 50,000-ത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിൻ്റെ എഫേർട്ടാണ് എൻ്റെ എഫേർട്ടിനേക്കാളും കൂടുതലായിട്ടുള്ളത് കേട്ടോ. കാരണം പ്രഭാത ചിന്തകൾ ഒരുപാട് പേരിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് പ്രഭാത ചിന്തകളെ പറ്റിയിട്ട്. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അദ്ദേഹത്തിന് മാത്രമാണ്. അതിൽ എൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. അദ്ദേഹമാണ് അത് എന്ത് വേണം, എങ്ങനെ വേണം, ഏത് സമയം തിരഞ്ഞെടുക്കണം പോസ്റ്റ് ചെയ്യാൻ എന്ന്. പിന്നെ അത് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം അദ്ദേഹമാണത്. കാരണം ഞാൻ പുതുതായിട്ട് എന്ത് തുടങ്ങിയാലും 4 ദിവസത്തിനുള്ളിൽ ഞാനത് അവസാനിപ്പിക്കാറുണ്ട് അല്ലേ. എനിക്കൊരു കണ്ടിന്യൂറ്റി ഇല്ല. പക്ഷെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രഭാത ചിന്തയ്ക്ക് ഇതുവരെ മുടക്കമൊന്നും വന്നിട്ടില്ല. അതേപോലെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മാത്രം കോൺട്രിബ്യൂഷനാണ്. അതും നമ്മൾ ഈ 50,000-ത്തിലേക്ക് എത്താനുള്ള ഒരു കാരണമാണ്. അപ്പം എന്തായാലും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു സെഷനിലേക്ക് പോവാം അല്ലേ. ഇന്ന് കഥയൊന്നുമില്ല, കാരണം ഇന്ന് ചോദ്യങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ തന്നെ ഒരുപാട് സമയമാവും എന്നുള്ളത് കൊണ്ട് നമുക്ക് അടുത്ത ദിവസം കഥ നോക്കാം അല്ലേ. ശ്രീലത എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. നമസ്കാരം സവിത, ഞാൻ രാവിലെ സഹസ്രനാമം ചൊല്ലാറുണ്ട്. നാരായണീയം വായിക്കും. രാവിലെ തല കുളിക്കില്ല, ദേഹം കഴുകുകയുള്ളൂ. തല കുളിക്കാതെ ചൊല്ലുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നില്ല. എന്നെ പരീക്ഷിക്കുകയാണ്. ഓരോ വിഷമങ്ങൾ ഭഗവാൻ തരികയാണ്. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? മനസ്സമാധാനം ഇല്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്ലീസ് മറുപടി തരണേ എന്നാണ് പറയുന്നത്. തല കുളിക്കാതെ നാരായണീയം വായിക്കുന്നത് കൊണ്ടല്ല ശ്രീ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കാത്ത കേട്ടോ. അങ്ങനെ വിചാരിക്കേ വേണ്ട. അപ്പോൾ നമുക്ക് ശുദ്ധാണ് എന്ന് ഉറപ്പുണ്ട് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. മേല് കഴുകിയിട്ട് തലയിൽ ഒരു തുള്ളി വെള്ളം കുടഞ്ഞാലും മതി. അത് ഞാൻ ഇതിനു മുൻപും പറഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ എന്നെ അനുഗ്രഹിക്കാത്ത. അങ്ങനെ വിചാരിക്കുകയേ ചെയ്യരുത്. അങ്ങനെയൊന്നുമില്ല. അത് മാത്രമല്ല, മനസ്സമാധാനം ഇല്ലാണ്ട് ജീവിച്ചിട്ട് കാര്യമില്ല. അത് സത്യം തന്നെയാണ്. എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യം മനസ്സമാധാനം മാത്രമാണ്. ബാക്കി മനസ്സമാധാനത്തിലില്ലാണ്ട്. ഒരമ്മ പണ്ട് വടക്കുന്നാഥൻ്റെ അടുത്ത് പോയിട്ട്, ഞാൻ പറഞ്ഞിട്ടുള്ള കഥയാണ്, പ്രാർത്ഥിച്ചുത്രേ എനിക്ക് എന്നും പാട്ടുപാടി കളിക്കാൻ സാധിക്കണേന്ന്, പാട്ടുപാടി തിരുവാതിരക്കളി കളിക്കാൻ സാധിക്കണേന്ന്. അപ്പോൾ പാർവതി ദേവി പറഞ്ഞു അത്രേ, എന്തൊരു പാവ അമ്മ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഈ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് മഹാദേവൻ്റെ അടുത്ത് പറഞ്ഞു അത്രേ. അപ്പോൾ മഹാദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, ഒരാൾക്ക് പാട്ടുപാടി കളിക്കണമെങ്കിൽ എന്തെല്ലാം വേണം എന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ ആ അമ്മയ്ക്ക് എല്ലാം വേണം, എന്നാലേ പാട്ടുപാടി കളിക്കാൻ പറ്റുള്ളൂ. ആ അമ്മയ്ക്ക് മക്കളാൽ ദുഃഖം ഉണ്ടാവരുത്, ഭർത്താവിനാൽ ദുഃഖം ഉണ്ടാവരുത്, ആരും മരിച്ചു പോയിട്ടുള്ള ദുഃഖം ഉണ്ടാവരുത്, മനസമാധാനം ഉണ്ടാവണം, പാട്ടുപാടി കളിക്കണമെങ്കിലുള്ള സാമ്പത്തിക ചുറ്റുപാടുണ്ടാവണം, എല്ലാത്തിലുണ്ട്. പാട്ടുപാടി കളിക്കണമെന്ന് മാത്രമേ ആ അമ്മ പറഞ്ഞുള്ളൂ. തിരുവാതിരക്കളി കേട്ടോ ഉദ്ദേശിച്ചത്.
അപ്പോൾ അതിലെല്ലാം ഉണ്ട്. അപ്പോൾ ഒറ്റ പ്രാർത്ഥനയിൽ എല്ലാം ഉണ്ട്. ഇതേമാതിരിയാണ് മനസ്സമാധാനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഈ മനസ്സമാധാനം എന്ന ഒറ്റ പ്രാർത്ഥനയിൽ എല്ലാം ഉണ്ട് ഇല്ലേ? അതേമാതിരിയാണ് ഇപ്പോൾ ഈ അമ്മ പറഞ്ഞിരിക്കുന്നത്, അമ്മ എന്നല്ല ശ്രീലത ചേച്ചി പറഞ്ഞിരിക്കുന്നത്, എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന കാത്തിരിക്കൂ. ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാതിരിക്കില്ല, ഉറപ്പായിട്ടും അനുഗ്രഹിക്കും. നാരായണീയം വായിക്കുന്ന ഒരു ഭക്തയെ ഭഗവാൻ കൈവിടുക എന്ന ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് വിശ്വാസപൂർവം എൻ്റെ ഉണ്ണികൃഷ്ണൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ഞാൻ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ ഉണ്ണാനും ഉറങ്ങാനും പറ്റുകയെന്നൊന്ന് ചിന്തിച്ച് നോക്കൂ. അത്രയ്ക്കിഷ്ടമാണ് ഉണ്ണികൃഷ്ണനെ നമ്മളെ. അപ്പോൾ അങ്ങനെ തന്നെ വിശ്വാസപൂർവ്വം മുന്നോട്ട് പോകും കേട്ടോ. ആഷ്ലി എന്ന ഭക്ത പറഞ്ഞിട്ടുണ്ട്, ഡിയർ സവിത, കുഡ് യു പ്ലീസ് മേക്ക് ആൻ എപ്പിസോഡ് എക്സ്പ്ലെയിനിങ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറെൻറ്റ് ദശകംസ് ഇൻ നാരായണീയം. It would be very helpful if you could mention which dashagams are traditionally recitated for specific prayers or intentions. For example, for children's well-being, prosperity, good health, success, or overcoming difficulties. I would really love to learn more about this എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നാരായണീയത്തിലെ ഓരോ ദശകത്തിൻ്റെ പ്രാധാന്യവും ഇന്ന കാര്യത്തിന് ഇന്ന ദശകം ചൊല്ലുക എന്നതിനെക്കുറിച്ചും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം ഞാൻ പറയാറുണ്ട് നിങ്ങളോട്, ഇന്ന ദശകം വായിച്ചോളൂ, ഇന്ന ദശകം ചൊല്ലിക്കോളൂ. അത് നാരായണീയം, നിങ്ങൾ നാരായണീയം വായിക്കാത്ത ഒരാളാണെങ്കിൽ നാരായണീയത്തിലേക്കുള്ള ഒരു എൻട്രി ആയിക്കോട്ടെ. ഇപ്പോൾ സന്താന സൗഭാഗ്യത്തിന് എന്ത് ചെയ്യണം ചോദിച്ചാൽ 37-38 ജപിച്ചോളൂ. ഇതുവരെ നാരായണീയം ചൊല്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് ചൊല്ലി തുടങ്ങിയാൽ അതുവഴി നാരായണീയത്തിലേക്ക് പ്രവേശിക്കാം എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാനിത് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നറിയോ? അപ്പോൾ 37-38 അത് സന്താനങ്ങളില്ലാത്തവർക്കല്ലേ. എനിക്ക് 2 കുട്ടികൾ ഓൾറെഡി ഉണ്ട്. ഇനി അടുത്തത് കുട്ടികൾ നന്നാവാൻ. അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ നല്ലതാണ്. അപ്പോൾ എനിക്ക് കുറച്ചൊരു ദാരിദ്ര്യ ദുഃഖമുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ 87 മാത്രം ഞാൻ വായിക്കാം. ഇങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നാരായണീയ പ്രിയനാണ് ഉണ്ണികൃഷ്ണൻ. നാരായണീയം എത്ര കേട്ടാലും ഉണ്ണികൃഷ്ണന് മതിയാവില്ല. അപ്പോൾ നാരായണീയം എവിടെ പാരായണം ചെയ്യുന്നു അവിടെ നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണൻ ഓടി വന്ന് പടിഞ്ഞിരുന്ന് അത് ശ്രദ്ധാപൂർവം കേൾക്കും എന്ന് ആചാര്യൻ എടുത്തു പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധാപൂർവം കേൾക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെ അടുത്തേക്ക് ആര് വരും? അന്വേഷിച്ച് ഉണ്ണികൃഷ്ണൻ എവിടെ, എൻ്റെ ജീവനാഥൻ എവിടെ എന്ന് അന്വേഷിച്ചുകൊണ്ട് സാക്ഷാൽ ലക്ഷ്മി ദേവി പുറപ്പെടും. ലക്ഷ്മി ദേവി ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാവും ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇരുന്ന് നാരായണീയം കേൾക്കണു. ലക്ഷ്മി ദേവി വിചാരിക്കും, എന്താ അപ്പം ഇത് ഇത്ര ശ്രദ്ധയോടെ കേൾക്കണേ? നോക്കുമ്പോൾ നാരായണീയം. എന്നാൽ ഞാനും കുറച്ച് കേട്ടേക്കാം എന്ന് കരുതി ലക്ഷ്മി ദേവി പിന്നിലിരുന്ന് സുഖമായിട്ട് നാരായണീയം കേൾക്കും. ഈ ലക്ഷ്മി ദേവി വസിച്ചാലോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറും അല്ലേ? അപ്പോഴാണ് ഭൂമിദേവി വരിക. ഭൂമിദേവി വസിച്ചാലോ ക്ഷമാപൂർവം വിവേകപൂർവം നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കുറയും. ഇങ്ങനെ ഭഗവാൻ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഉണ്ടായിരിക്കും. ധനധാന്യ സമൃദ്ധി ഇതെല്ലാം ഉണ്ടായിരിക്കും. അത് മാത്രമല്ല നമുക്ക് ഐശ്വര്യവും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് നാരായണീയത്തിലെ ഇന്ന ദശകം ഇന്ന കാര്യത്തിന് എന്ന് ഞാൻ പറയാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ 100 ദശകവും എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറ്റ ദശകം മാത്രം വായിച്ച് നിർത്തുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. എന്താ കാരണം? ഇന്നത് കൊടുത്താൽ ഇന്നത് കിട്ടും എന്ന് പറയുന്നത് നമുക്ക് വലിയ ഇഷ്ടമാണ് അല്ലേ? അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് ഓരോരുത്തരും മാറിപ്പോകുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. നിങ്ങൾ എല്ലാവരും നാരായണീയം മുഴുവനും ചൊല്ലണം. അതാണ് എൻ്റെ ആഗ്രഹം. നാരായണീയം എത്ര കണ്ട് നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ സാധിക്കുന്നോ അത്രയും തവണ നിങ്ങൾ പാരായണം ചെയ്യണം. ഇനി പെട്ടെന്ന് നമുക്ക് ഈ നല്ലോണം മനപ്രയാസം വരുന്ന സമയത്തുണ്ടല്ലോ, നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല അല്ലേ? നാമം ജപിക്കാനോ നാരായണീയം വായിക്കാനോ ഒന്നും തോന്നില്ല. പക്ഷെ അങ്ങനെയുള്ള സമയത്തും നിങ്ങൾ ഉപാസനയായിട്ട് കൊണ്ട് നടന്നോളൂ. 65 മുതൽ 69 വരെയുള്ള ദശകം, 5 ദശകം. ഈ 5 ദശകം നമ്മുടെ ജീവിത പ്രാരാബ്ധങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് മാറ്റിയെടുക്കാൻ വളരെ നല്ലതാണ്. ഇപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കില്ല ആഷ്ലിയുടെ പ്രശ്നം, അത് തന്നെയായിരിക്കില്ല വേറൊരാളുടെ പ്രശ്നം അല്ലേ? എനിക്കിപ്പോൾ കുറച്ച് എന്താ പറയുക ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കയ്യിന് വേദന, കാലിന് വേദന, ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ട്. 40 വയസ്സായി, അതിൻ്റെയാണ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും നാരായണീയം വായിച്ചാൽ കുറച്ചുകൂടി ആരോഗ്യവതിയാവാം. എന്നാൽ നാരായണീയം വായിക്കാം. തൊട്ടടുത്തുള്ള ആൾ
പടുവികൃതിയായിട്ടുള്ള ഒരു ആൺകുട്ടിയുള്ള ആളാണ്. അപ്പോൾ എൻ്റെ മകൻ നേർവഴിക്കാവണം, അപ്പോൾ അതിന് നാരായണീയം വായിക്കാം അങ്ങനെ വിചാരിക്കുന്നു. തൊട്ടപ്പുറത്തുള്ള ഒരാൾക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് അത്യാവശ്യങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ നേരെയാവാൻ അപ്പോൾ നാരായണീയം വായിക്കാം. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതമാകുന്ന പരീക്ഷാ പേപ്പർ വ്യത്യസ്തമായതുകൊണ്ട് പക്ഷെ ആൻസർ ഒന്നേ ഉള്ളൂ എന്ന് നമുക്ക് ഇവിടെ വേണമെങ്കിൽ പറയാം കേട്ടോ. എന്താ ആൻസർ? ഈ ആൻസറാണ് ഗുരുവായൂരപ്പൻ്റെ നാരായണീയം കൊണ്ട് ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിച്ചോളൂ. ഒപ്പം 65 മുതൽ 69 വരെയുള്ള ദശകങ്ങൾ മുടങ്ങാതെ ചൊല്ലിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ത്വൽപ്രസാദായ ഭൂയാൽ? പ്ലീസ് റിപ്ലൈ, ഐ എം ഫ്രം ബാംഗ്ലൂർ എന്നാണ് ദേവയാനി എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. അതായത് ത്വൽപ്രസാദായ ഭൂയാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ത്വൽ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ സന്തോഷത്തിനായി വരണേ, പ്രസാദായ ഭൂയാൽ അങ്ങയുടെ സന്തോഷത്തിനായിട്ട് വരണേ എന്ന്. അപ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുന്ന സമയങ്ങളിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ത്വൽപ്രസാദായ ഭൂയാൽ, ശ്രീ ഗുരുവായൂരപ്പ അങ്ങയുടെ സന്തോഷത്തിനായിട്ട് വരണേ. ഞാൻ പറഞ്ഞ ഓരോ വാക്കുകളും അങ്ങയുടെ സന്തോഷത്തിനായിട്ട് വരണേ എന്ന്. ഇത് പറഞ്ഞപ്പോഴാണ് റീസെൻ്റ്ലി എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ നിങ്ങളുടെ പല ചോദ്യങ്ങളും മിസ്സായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പല എപ്പിസോഡിലും പല ആളുകളും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നല്ല രീതിയിലല്ല, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ഞാൻ മറുപടി പറഞ്ഞത് എങ്കിൽ എൻ്റെ ആ എപ്പിസോഡ് അപ്ലോഡ് ആവാതെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ആവാതെ പോകുന്നത് ഞാൻ റീസെൻ്റ്ലി കുറച്ചധികം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അതായത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഞാനിപ്പോൾ 10 ചോദ്യം എടുത്തു, അതിൽ 9 വലിയ കുഴപ്പമില്ലാതെ പറഞ്ഞു വിചാരിക്കുക. ഒരു ഭക്തനെ അല്ലെങ്കിൽ ഭക്തയെ വല്ലാതെ വിഷമിപ്പിക്കുന്ന തരത്തിലാണ് എൻ്റെ ഉത്തരം വരുന്നതെങ്കിൽ അത് പോസ്റ്റ് ചെയ്യണ്ട എന്ന് ഭഗവാൻ തീരുമാനിക്കാറുണ്ട്. കാരണം ഞാനപ്പോൾ വിചാരിക്കാറുണ്ട്, അവരങ്ങനെ ചോദിച്ചിട്ടല്ലേ ഞാനിങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്നു ആദ്യം. പക്ഷേ അപ്പം തന്നെ ഭഗവാൻ എൻ്റെ ഉള്ളിലിരുന്ന് എനിക്ക് അതിനും മറുപടി തന്നു. അവരാ എഴുതുന്ന സമയത്തെ അവരുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നിനക്കറിയില്ല, എനിക്കേ അറിയുള്ളൂ എന്ന് ഗുരുവായൂരപ്പൻ പറയുന്നത് പോലെ ശരിയാണ്. അവരാ കമൻ്റ് എഴുതുമ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഒരു മനപ്രയാസം ഉണ്ടല്ലോ, അത് എത്രത്തോളം വലുതാന്നുള്ളത് അവർക്കല്ലേ അറിയുള്ളൂ, എനിക്കറിയില്ലല്ലോ. അപ്പം ഞാനീ പറയുന്നത് തെറ്റാണെങ്കിൽ വേണ്ട, ആ എപ്പിസോഡ് വേണ്ട എന്ന് ഗുരുവായൂരപ്പൻ തീരുമാനിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ എൻ്റെ ഈ ത്വൽപ്രസാദായ ഭൂയാൽ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ അവിടെ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അങ്ങയുടെ സന്തോഷത്തിനായിട്ട് വരണേന്ന് പറഞ്ഞാൽ ആ സന്തോഷത്തിനായിട്ട് വരുന്ന എപ്പിസോഡ് മാത്രം പോയാൽ മതി, അല്ലാത്തത് പോവേണ്ട എന്നുള്ളൊരു തീരുമാനവും ഗുരുവായൂരപ്പന് ഉണ്ട് എന്നെനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അടുത്തതായിട്ട് പ്രസന്ന വേണുഗോപാൽ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സവിത, ഞാൻ എൻ്റെ ചേച്ചി പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് ഞങ്ങളെ വിട്ടുപോയി. ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി നമ്മുടെ കുടുംബത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. സവിത കണ്ടില്ല എന്ന് തോന്നുന്നു, വല്ലാത്ത വിഷമം തോന്നി മോളെ എന്ന്. പ്രസന്ന ചേച്ചി ഞാൻ അതിൻ്റെ താഴെ തന്നെ കമൻറ്റായിട്ട് അറിയിച്ചിരുന്നു, ഞാൻ എന്തായാലും പ്രാർത്ഥിക്കാം എന്ന്. അത് ചേച്ചിയും കാണാതെ പോയതാണ് കേട്ടോ. പ്രസന്ന ചേച്ചിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. അതേമാതിരി നിങ്ങളെല്ലാവരും ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു കുട്ടിക്ക് വയ്യാതെ ഐസിയുയിലാണ്, അതായത് ആക്സിഡൻറ്റ് പറ്റിയതാണ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിന് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഭേദാവട്ടെ, പ്രാർത്ഥിക്കാമെന്ന്. നിങ്ങളും പ്രാർത്ഥിക്കണം, എൻ്റെ ഒരു അപേക്ഷയായിട്ട് കണക്കാക്കണം കേട്ടോ. അടുത്തതായിട്ട് മോളെ സവിതേ, മോളുടെ വീഡിയോസ് കാണാറുണ്ട്. എൻ്റെ മോന് വേണ്ടിയാണ് ചോദിക്കുന്നത്. അവന് 31 വയസ്സായി, ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ല. അതുപോലെ അൾസറിൻ്റെ പ്രോബ്ലം കൂടി ഉണ്ട്. ആഹാരമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. കുടലിൽ വ്രണമുണ്ട് എന്ന് പറയുന്നു. എന്തെങ്കിലും സ്പൈസി കഴിച്ചാൽ ഉടനെ വയറിന് പ്രോബ്ലം ആവും. അവൻ ബാംഗ്ലൂരാണ് മോളെ. എൻ്റെ മോന് വേണ്ടി ഞാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്ന്. അഹസ് വഴിപാട് ഷീട്ടാക്കിക്കോളൂ, ഉറപ്പായിട്ടും ജോലി ശരിയാവട്ടെ. അൾസറിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ ഇഞ്ചി കൊടുത്തോളൂ. അൾസറിൻ്റെ നല്ല വയറ് സംബന്ധമായിട്ടുള്ള എന്ത് അസുഖത്തിനും നിവേദ്യ ചോറ് ഷീട്ടാക്കി വാങ്ങി കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇഞ്ചി കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചി നീര് കഴിച്ചാൽ വയറുവേദന കുറയുമെന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ഭഗവാന് ഇഞ്ചി വാങ്ങിക്കൊണ്ടുവന്ന് സമർപ്പിച്ചോളൂ കേട്ടോ. അപ്പോൾ നിവേദ്യ ചോറ് ഷീട്ടാക്കിക്കോളൂ, അഹസ് ഷീട്ടാക്കിക്കോളൂ, ഇഞ്ചി വാങ്ങിക്കൊണ്ടുവന്ന് സമർപ്പിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് സവിത ആൻഡ് ഫാമിലി വിഷ് യു എ വെരി ഹാപ്പി ഓണം. ഞാൻ ഒരു സബ്സ്ക്രൈബർ അല്ല, എങ്കിലും എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും പ്രാർത്ഥിക്കാം. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
നമ്മളെല്ലാവരും ഈ ഇപ്പം എൻ്റെ എപ്പിസോഡിൻ്റെയൊക്കെ ടൈറ്റിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നത് കൊടുത്താൽ ഇന്നത് കിട്ടും എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലും ഭൂമിയിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പണം ചിലവുള്ളൊരു കാര്യമൊന്നുമല്ല. ജസ്റ്റ് സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക മാത്രമേ വേണ്ടൂ. അത് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല, പക്ഷേ പ്രേയേഴ്സ് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. അത് ഒരു ന്യായമാണോ എന്ന ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ട്. എന്നാലും ഞാൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന വ്യക്തി എന്ന നിലയിൽ ഇങ്ങനെ തന്നെ പറയാം. സബ്സ്ക്രൈബർ അല്ലാത്ത ഒരു ചേച്ചി അവരുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ അത് ഇവിടെ വന്ന് പറയുന്നു, ഉണ്ണികൃഷ്ണ എന്ന് ഞാൻ പറയാം കേട്ടോ. പല ആളുകളും എന്നെ ഹേർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ എന്നോട് ഇത് പറയാറുണ്ട് കേട്ടോ. ഡിവോട്ടീസിലുള്ളപ്പോൾ തന്നെ പറയാറുണ്ട്, സവിത ഞാൻ നിങ്ങളുടെ എപ്പിസോഡൊക്കെ കാണാറുണ്ട്, പക്ഷെ ഞാൻ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാറില്ല, ഞാൻ കമൻ്റ് ഒന്നും ചെയ്യാറില്ല എന്ന്. പല അമ്മമാരും പറയാറുണ്ട്, മോളെ കമൻറ്റ് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ, പക്ഷേ എല്ലാ ദിവസവും കാണാറുണ്ട്. രണ്ടും രണ്ടാട്ടോ. അവർക്കത് അറിയാത്തത് കൊണ്ടാണ് അവർ ചെയ്യാത്തത്. എനിക്കൊരു പരാതിയില്ല. പക്ഷേ എനിക്കതൊക്കെ അറിയാം. പക്ഷെ ഗുരുവായൂരത്തെ ഇൻഫർമേഷനൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നു എന്നേ ഉള്ളൂ. എനിക്കിതൊന്നും ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ആൾക്കാരോട്, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ ഒരാളിൽ നിന്ന് സ്വീകരിക്കുന്നു. നിങ്ങളുടെ ഒരു ഫേവർ ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്നു. തിരിച്ച് ഇതൊക്കെ എൻ്റെ കഴിവാണ് എന്ന രീതിയിൽ പോകുക. എന്നിട്ട് തിരിച്ച് ഒന്നും ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഗുഡ് എന്ന മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഹരേ കൃഷ്ണ എന്ന മെസ്സേജോ ഇടാൻ തയ്യാറാവാതെ പോകുക എന്ന് പറഞ്ഞാൽ നന്ദിയേടെന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയാം കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനെങ്കിലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. അടുത്തതായിട്ട് മീര എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത നമസ്കാരം, ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ഞാൻ രാമപുരമുള്ള നാലമ്പലത്തിൽ പോയിരുന്നു. അവിടെ ഒരു ക്ഷേത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നവംബർ മാസത്തിൽ ഭാഗവത സപ്താഹം ഉണ്ട് എന്ന്. ആചാര്യൻ ശ്രീ തോട്ടം നീലകണ്ഠൻ നമ്പൂതിരി എന്നും ആ തിരുമേനിയെ സവിത അറിയുമോ? തോട്ടം നമ്പൂതിരി എന്ന് കണ്ടതുകൊണ്ടാണ് സവിതയോട് ഇത് ചോദിച്ചത്. തീർച്ചയായിട്ടും അറിയാം കേട്ടോ. തോട്ടം കൃഷ്ണൻ നമ്പൂതിരി എന്നാണ് ഞാൻ ആചാര്യൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അദ്ദേഹം ഭഗവാന്റെ അടുത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒന്നാമത്തെ മകൻ, മൂത്ത മകനായിട്ടുള്ള ശ്യാം നമ്പൂതിരിയാണ് സപ്താഹങ്ങൾ നടത്താറുള്ളത് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് 3 മക്കളാണുള്ളത്, 3 ആൺകുട്ടികളാണുള്ളത്. തോട്ടം ശ്യാം നമ്പൂതിരി, തോട്ടം നീലകണ്ഠൻ നമ്പൂതിരി, തോട്ടം ഹരികൃഷ്ണൻ നമ്പൂതിരി, ഇങ്ങനെ 3 പേരാണ് ഉള്ളത് കേട്ടോ. ശ്യാം നമ്പൂതിരിയാണ് സാധാരണ ഈ സപ്താഹങ്ങളൊക്കെ നടത്താറുള്ളത്. റീസെൻ്റ്ലി ഇപ്പോൾ തോട്ടം നീലകണ്ഠൻ നമ്പൂതിരിയും ഇതുപോലെ സപ്താഹ വേദികളിലൊക്കെ ആചാര്യനായിട്ടുണ്ടാവാറുണ്ട്. തോട്ടം ഹരികൃഷ്ണൻ നമ്പൂതിരിയാണ് എന്നെ സഹായിക്കാറുള്ളത്. എൻ്റെ ഗുരുനാഥനായിട്ട് എല്ലാ ദിവസവും ഹരികൃഷ്ണ പാദ മനീഷം ഹൃദി ഭാവയാമി എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് തുടങ്ങുന്നത് ഞാൻ അദ്ദേഹത്തിനെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ. അടുത്തതായിട്ട് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ താഴെ 3-ലധികം കമൻറ്റ് ഇതേ സെയിം വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? മദ്യപാനം മാറാനുള്ള വഴിപാട് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരം ആകും എന്ന്. അതിൽ തന്നെ ഒരു കമൻറ്റ് മദ്യപാനത്തിനായിട്ട് സവിത പറഞ്ഞ പോലെ താമരപ്പൂ സമർപ്പിച്ചിട്ടും ഭേദമായില്ല എന്ന് പറയുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരെല്ലാവരോടും കൂടിയിട്ടാണ് ഈ ഒരു മറുപടി പറയുന്നത്. ജയലക്ഷ്മി എന്ന ഭക്തയാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. മദ്യപാനം മാറാനായിട്ട് എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ താമരപ്പൂ കൊണ്ടുവന്ന് ഗുരുവായൂരപ്പനെ സമർപ്പിച്ചോളൂ എന്നാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. ഇത് പൂർവികരായിട്ട് ചെയ്ത് കണ്ടതോ എൻ്റെ മുത്തശ്ശി പറഞ്ഞു കേട്ടതോ ഒന്നും അല്ല കേട്ടോ, ഞാനായിട്ട് പറഞ്ഞതാണ്. അതെന്താ കാരണം വെച്ചാൽ താമരപ്പൂ എവിടെയാണ് വളരുക? ചളിയിലല്ലേ വളരുക. ഈ ചളിയിൽ നിന്ന് അതെടുത്ത് ഭഗവാന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് ദൈവികമായില്ലേ. നമ്മളെല്ലാവരും കണ്ടു വണങ്ങുന്ന, തലയിൽ ചൂടുന്ന അത്രയും എന്താ പറയുക, പവർഫുള്ളായി ഡിവൈനായി മാറിയത്. ഇതേമാതിരി ചെളിയിലാണ് ഇപ്പോൾ മദ്യപാനികൾ കിടക്കുന്നത്. അവർക്ക് ബോധമില്ല, അവർക്ക് കുടുംബത്തിനോട് ഉള്ള ഒരു അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ ഒന്നുമില്ല. അവർ ഈ ലോകത്ത് വന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ചെയ്യാതെ മദ്യപിച്ച് നടക്കുകയാണ്. അപ്പോൾ അവരെ ആ ഒരു ചെളിയും മറിയും ഒക്കെ നീക്കിയിട്ട് അവരെ എന്താ പറയുക, നന്നാക്കാനായിട്ട് ഈ ഒരു താമരപ്പൂ ഗുരുവായൂരപ്പന് സമർപ്പിച്ചോളൂ എന്ന ഒരാശയത്തിൽ നിന്നാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഇനി താമരപ്പൂ സമർപ്പിച്ചിട്ടും ഇതൊന്നും ഭേദമാവുന്നില്ല എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നോക്കൂ, അവർ സ്ഥിരമായിട്ട് മദ്യപിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കതൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. എത്രയോ കാലമായിട്ട് അവർ മദ്യപിക്കുന്ന ആൾക്കാരാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് മാറ്റണം എന്ന് നിങ്ങൾ പറയേ ചെയ്യരുത്.
മദ്യപാനം ഭഗവാനെ ഏൽപ്പിക്കൂ, ഇനി ഈ ദുശ്ശീലം ഒന്ന് മാറ്റിത്തരൂ എന്ന് പറഞ്ഞിട്ട് എപ്പോ ശ്രീ ഗുരുവായൂരപ്പനെ കാണാൻ വരുന്നോ അപ്പോൾ നിങ്ങൾ താമരപ്പൂ കൊണ്ടുപോയി സമർപ്പിക്കൂ. ഇന്നല്ലെങ്കിൽ നാളെ ശ്രീ ഗുരുവായൂരപ്പൻ അത് നേരെയാക്കി തരും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി സമർപ്പിക്കൂ, കാത്തിരിക്കൂ. കാത്തിരിക്കാനുള്ള ക്ഷമയാണ് നമ്മൾ ഓരോരുത്തർക്കും ഇല്ലാതെ പോണേ അല്ലേ. ഉണ്ടാവട്ടെ. അടുത്തതായിട്ട് പൊന്നുണ്ണിക്കണ്ണൻ എന്ന ഐഡിയിൽ നിന്നാണ്. ഓം നമോ ഭഗവതി വാസുദേവായ. ചേച്ചി ഉറങ്ങുമ്പോൾ ചൊല്ലുന്ന ഒരു കാര്യം ഞാൻ പറയാം. അച്യുതം കേശവം വിഷ്ണു ഹരിം സോമം ജനാർദ്ദനം ഹംസം നാരായണം കൃഷ്ണം ജപേ ദുസ്വപ്ന ശാന്തയെ. ഇത് നാമമാണോ മന്ത്രമാണോ എന്ന് എനിക്കറിയില്ല. ഇതൊരു ചെറിയ കഷ്ണം പേപ്പറിൽ എഴുതി തലയണയുടെ അടിയിൽ വെച്ച് ആദ്യമൊക്കെ ഉറങ്ങാറുണ്ട്, ശുദ്ധം നോക്കാറില്ലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നാമങ്ങളാണ് ഗുരുവായൂരപ്പൻ്റെ. അച്യുതൻ, കേശവൻ, വിഷ്ണു, ഹരി, കൃഷ്ണൻ, ജനാർദ്ദനൻ, സോമൻ, ഹംസൻ, നാരായണൻ, ഇങ്ങനെ എല്ലാം ഭഗവാനെ സ്തുതിക്കുന്ന നാമസങ്കീർത്തനങ്ങളാണ്. ഈ നാമസങ്കീർത്തനത്തിൻ്റെ ഒപ്പം ജപേ ദുസ്വപ്ന ശാന്തയെ, ഇതെല്ലാം ജപിക്കുന്നു ദുസ്വപ്നങ്ങൾ ഇല്ലാതാക്കാൻ എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. താങ്ക് യു കേട്ടോ, താങ്ക് യു ഈ ഇൻഫർമേഷന്. പക്ഷെ കുട്ടിയുടെ പേര് പറയായിരുന്നു കേട്ടോ, പേര് പറഞ്ഞിട്ടില്ല. ജ്യോതി നാരായണൻ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, നാരായണീയത്തിലെ 1-ാം ഭാഗം വായിച്ചാൽ ഉണ്ടാകുന്ന ബലസിദ്ധി എന്താണ്? സന്തോഷം. ഞാൻ അങ്ങനെ ഇനി പറയുള്ളൂ കേട്ടോ. സന്തോഷം കിട്ടും, ആത്മശാന്തി കിട്ടും, മനസ്സുഖം കിട്ടും, മനസ്സമാധാനം കിട്ടും. വായിച്ചു നോക്കി നോക്കൂ. അടുത്തതായിട്ട് സവിത, എൻ്റെ മോൾ സുഖമില്ലാതെ ഇരുന്നപ്പോൾ അമ്മ തുളസി കൊണ്ട് തുലാഭാരം നേർന്നു, ഞാനും നേർന്നു. മോളെ 2 തവണ തുലാഭാരം ചെയ്യണോ എന്നൊന്ന് പറയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച്. ഉണ്ണികൃഷ്ണൻ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, 1 തവണ ചെയ്താൽ മതി എന്ന് ഞാൻ പറയില്ല കേട്ടോ. ചിലപ്പോൾ ഉണ്ണി 2 പ്രാവശ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ. പക്ഷെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കിയിട്ട് മാത്രം എല്ലാ വഴിപാടുകളും നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഒരു പിടിച്ചുപറിയും ഇല്ല ഗുരുവായൂരപ്പന്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അത് ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യമാണെങ്കിൽ 2 തവണയും കുട്ടിയെ തുളസി കൊണ്ട് തുലാഭാരം ചെയ്തോളൂ കേട്ടോ. അടുത്തതായിട്ട് ശശിജയ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത നമസ്കാരം, ഈയിടെയായി ഏകാദശി ദിവസം എനിക്ക് സങ്കടമുള്ള ദിവസമായിട്ട് മാറുന്നു. എന്താണെന്ന് അറിയില്ല. ഭഗവാനെ വിളിക്കും തോറും എന്താണോ സങ്കടം കൂടി വരുന്നു. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചും വിശ്വസിച്ചും ജീവിക്കുന്നു. ഉണ്ണികൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ണികൃഷ്ണനെ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരെ കുറച്ചധികം വിഷമിപ്പിക്കാറുണ്ട് ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഞാനിത് പറയുന്നത് ഒഫെൻസീവായിട്ട് എടുക്കരുത്. ഉണ്ണികൃഷ്ണനും അർജുനനും കൂടി ഒരിക്കൽ ഇങ്ങനെ യാത്ര ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള കഥ കേട്ടോ. യാത്ര ചെയ്യുന്ന സമയത്ത് അവരൊരു വല്ലാത്ത ദാഹം തോന്നി അർജുനന്. അപ്പോൾ അർജുനൻ പറഞ്ഞു, വല്ലാതെ ദാഹിക്കുന്നു ഉണ്ണികൃഷ്ണ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി, നമുക്ക് ഈ ഒരു ഗൃഹത്തിൽ കയറി നോക്കാം. അപ്പോൾ അവിടെ ഒരു 10ഓളം പശുക്കളും പശുത്തൊഴുത്തും ഒക്കെ ഉണ്ട്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, വല്ലാത്ത ദാഹിക്കുന്നു, വഴിപോക്കരാണ്, അപ്പോൾ എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ കുടിക്കാനൊന്നും ആയിട്ടില്ല. പറഞ്ഞു, ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ കയറി വന്ന് വഴിപോക്കർക്ക് വെള്ളം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ആരാ എന്താണെന്നൊന്നും അറിയാതെ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ വല്ലാതെ പിറുപിറുത്തു. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാമെന്ന്. അപ്പോൾ ഭഗവാനും അർജുനനും കൂടി ഇറങ്ങി വരുന്ന സമയത്ത് അർജുനൻ കേൾക്കാൻ പാകത്തിന് ഭഗവാൻ പറഞ്ഞു അത്രേ, ഇവിടെ 10 പശുവല്ലേ ഉള്ളൂ, ഒരു 100 പശു ഉണ്ടായിക്കോട്ടെ എന്ന്. അപ്പോൾ ഭഗവാൻ ഇത്രയും ഗ്രേറ്റാണ്. അർജുനന് വിചാരിച്ചു, കണ്ടോ, വെള്ളം കൊടുക്കാത്തവർ പോലും ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. പാലൊക്കെ ധാരാളം ഉണ്ടാവാൻ പാകത്തിന് 100 പശു ഉണ്ടാവട്ടെ എന്നൊക്കെ അനുഗ്രഹിച്ചിരിക്കണേ. എന്താ എൻ്റെ ഈശ്വരൻ്റെ ഒരു എന്താ പറയുക ധർമ്മനിഷ്ഠാന്നോ അല്ലെങ്കിൽ കൂടുതൽ അനുഗ്രഹദായകത്വം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഭഗവാനെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. അടുത്ത ഒരു ഗൃഹം വളരെ ശോഷിച്ച ഒരു ഗൃഹമാണ്. കണ്ടാൽ തന്നെ അറിയാം വലിയ സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല എന്ന്. അവിടെ പോയിട്ട് ഇവിടെ ആരും ഇല്ലയെ ചോദിച്ചപ്പോൾ വയസ്സായ ഒരു അമ്മയാട്ടോ വന്നേ. ആ അമ്മ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നതും ഭഗവാൻ പറഞ്ഞു, വല്ലാതെ ദാഹിക്കുന്നു അമ്മ, എന്തെങ്കിലും കുടിക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചു. അതിനെന്താ, ഉണ്ണി ഇവിടെ കയറിയിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അർജുനനെയും കൃഷ്ണനെയും കയറ്റിയിരുത്തിയതിന് ശേഷം അകത്ത് പോയി തിളപ്പിച്ചാറ്റി കൽക്കണ്ടമൊക്കെ ഇട്ട് നേരെയാക്കിയിട്ടുള്ള 2 ഗ്ലാസ് പാല് കൊണ്ടുവന്ന് കൊടുത്തു അത്രേ. ഇത് കുടിച്ചോളൂ എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ പാല് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് അതേമാതിരി അർജുനൻ കേൾക്കാൻ പാകത്തിന് പറഞ്ഞു അത്രേ, ഈ പശു
ഈ അമ്മയ്ക്ക് എത്ര പശുവുണ്ട് ചോദിച്ചു. എനിക്കൊരു പശുവേ ഉള്ളൂ, ആ പശുവിൻ്റെ വരുമാനം കൊണ്ടാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണതെന്ന്. ഭഗവാൻ ചിരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ പശു അങ്ങോട്ട് ചത്തു പോയിക്കോട്ടെ എന്ന്. അത് അർജുനൻ കേട്ടു, ആ അമ്മ കേട്ടില്ല കേട്ടോ. അപ്പോൾ അർജുനൻ അങ്ങോട്ട് സങ്കടമായി. അർജുനൻ അവിടെ നിന്ന് പുറത്തിറങ്ങി ഉടനെ ഭഗവാനോട് ചോദിച്ചു, എന്ത് പണിയാണ് എൻ്റെ മാധവ ചെയ്യണത്? അപ്പുറത്ത് പോയി 100 പശു ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു 1000 പശു ഉണ്ടാവട്ടെ, അമ്മ സമൃദ്ധയാവട്ടെ എന്ന് പറയുന്നു. അതിന് പകരം എങ്ങനെയാണോ ചെയ്യുക? ആ അമ്മയ്ക്ക് ഇപ്പോൾ ഈ ഒരു വരുമാന മാർഗം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ അങ്ങ് ഇങ്ങനെ പറഞ്ഞത്? എന്തൊരു ദുഷ്ടത്തരായി കാണിക്കണത് എന്നൊക്കെ ചോദിച്ചു. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ അമ്മ എപ്പോഴും നാമം ജപിക്കും. പക്ഷേ ഈ നാമം ജപിക്കുമ്പോഴും എൻ്റെ പശു വെള്ളം കുടിച്ചോ, എൻ്റെ പശു വൈക്കോല് നിന്നോ, എൻ്റെ പശുവിന് പുല്ലു കൊടുത്തില്ലല്ലോ, എൻ്റെ പശുവിനെ മാറ്റിക്കെട്ടിയോ, ഇങ്ങനെ ഒരു 100 ചോദ്യങ്ങൾ മനസ്സിൽ ചോദിച്ചുകൊണ്ടാണ് ഈ അമ്മ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പശു ഇല്ലാണ്ടായാലോ അമ്മയ്ക്ക് പിന്നെ ആരെക്കുറിച്ചോ ആലോചിക്കേണ്ട, എന്നെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. അങ്ങനെ എന്നെക്കുറിച്ച് മാത്രം ഈ അമ്മ ആലോചിക്കണം എന്നാണ് ഞാൻ വിചാരിക്കണത് എന്ന് പറഞ്ഞു. അപ്പോഴും അർജുനൻ അങ്ങോട്ട് സങ്കടമായി. അല്ല, ഇനിയിപ്പോൾ ഈ അമ്മ എങ്ങനെയാണ് മുന്നോട്ട് ജീവിക്കുക? അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരമ്മയെ ഞാൻ കൈവിടുന്ന അർജുനൻ വിചാരിക്കണ്ടോ എന്ന് ചോദിച്ചു അത്രേ. ഇത് എവിടെയും പറഞ്ഞിട്ടുള്ള കഥയാണോ എന്നൊന്നും അറിയില്ല, വായ്മൊഴിയിലൂടെ വന്ന കഥയാണോ എന്നറിയില്ല. എന്തായാലും നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ സ്വഭാവമായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കഥയാട്ടോ ഇത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ വിചാരിച്ചത് എന്താ, ഈ അമ്മ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഈ അമ്മ എന്നെക്കുറിച്ച് മാത്രം വിചാരിച്ചാൽ മതി, വേറെ ആരെയും കുറിച്ച് വിചാരിക്കണ്ട, ഞാൻ മാത്രം മതി. ഇനി പശുവിനെ കുറിച്ച് ആലോചിക്കേ, എന്തിനാത്? ഗോക്കളുടെയൊക്കെ ഈശ്വരനായ ഞാനുള്ളപ്പോൾ വേറെ ആരെക്കുറിച്ച് എന്താ ചിന്തിക്കാനുള്ളേ എന്നത്രേ ഭഗവാൻ ചിന്തിച്ചത്. അപ്പോൾ അതേപോലെ ശശി ചേച്ചിയോട് കുറച്ചധികം സ്നേഹമുള്ളതുകൊണ്ട് ഏകാദശി ദിവസം ഏകാദശി നോൽക്കാനൊക്കെ വരുമ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ്റെ സ്നേഹമാണത് എന്ന് കണക്കാക്കൂ. എന്നിട്ട് കൂടുതൽ കൂടുതൽ മുറുക്കെ പിടിച്ചോളൂ നമ്മുടെ ഉണ്ണിയെ. ഒരിക്കലും കൈവിടില്ല ഉണ്ണികൃഷ്ണൻ. നാമം ജപിക്കുന്നവരെ, സഹസ്രനാമം ചൊല്ലുന്നവരെ, ഭഗവത്ഗീത ചൊല്ലുന്നവരെ, ഭാഗവതം വായിക്കുന്നവരെ, നാരായണീയ പാരായണം ചെയ്യുന്നവരെ ഒന്നും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കില്ല, അങ്ങനെ വരില്ല കേട്ടോ, യാതൊരു സംശയവുമില്ല. ആ അനുഗ്രഹങ്ങൾ എണ്ണിയെടുക്കാൻ നമുക്കാണ് സാധിക്കാത്തത്. നമ്മൾ വിചാരിക്കും ഒരു വിഷമം വരുമ്പോഴേക്കും ഉണ്ണികൃഷ്ണൻ എന്തുണ്ണികൃഷ്ണൻ എത്ര തവണയായി വിളിക്കണു, കേൾക്കലൊന്നുമില്ല കേട്ടോന്ന്. നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല ഉണ്ണികൃഷ്ണൻ തരിക. നമുക്ക് തരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അപ്പം നമുക്ക് മനസ്സിലാക്കാനും പറ്റില്ല. പിന്നീട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്ത് നന്നായിട്ടാണ് എൻ്റെ ഉണ്ണികൃഷ്ണൻ എന്നെ കൊണ്ട് നടക്കുന്നതെന്ന്. അതെങ്ങനെയാണെന്നറിയോ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ ആ എപ്പിസോഡ് ഡിലീറ്റ് ആയോ എന്ന് എനിക്കറിയില്ല. ഞാനും എൻ്റെ ചേച്ചിയും കൂടി സ്കൂട്ടറിൽ വരികയാണ്. അപ്പോൾ ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് ഞങ്ങളൊരു മെയിൻ റോഡിലേക്ക് കയറാനായിട്ട് വരികയാണ്. മെയിൻ റോഡ് കാലിയായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സ്പീഡിലാണ് ഞാൻ വരുന്നത്. പെട്ടെന്ന് ഈ പോക്കറ്റ് റോഡിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് തിരിയേണ്ട ഭാഗത്തെപ്പോൾ പതുക്കെ സ്ലോ ആയി എൻ്റെ സ്കൂട്ടർ. ഞാൻ ഇപ്പം എന്തിനാണ് സ്ലോ ചെയ്തതെന്ന് ഞാൻ തന്നെ ആലോചിക്കാം കേട്ടോ. ഇപ്പം എന്തിനാണ് സ്ലോ ചെയ്തത്? റോഡ് വിജനായിട്ടാണ് കിടക്കണത്, എനിക്ക് വേണമെങ്കിൽ കടന്നു പോയിക്കൂടെ എന്ന് കരുതി ഞാൻ ആ റോഡിൻ്റെ വക്കത്തെത്തിയതും വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് എന്താ പറയുക, ഒരു വലിയ ലോറി, നമ്മൾ പാണ്ടി ലോറി എന്നൊക്കെ പറയില്ലേ, അതങ്ങോട്ട് കടന്നുപോയി, പാസ് ചെയ്തു പോയി. അത് പാസ് ചെയ്ത് പോയതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇന്നസെൻറ്റിൻ്റെ പോലെ എന്താ ഇപ്പം ഉണ്ടായെന്ന് ചോദിക്കില്ലേ, അതേമാതിരിയായ എന്താ ഇപ്പം ഉണ്ടായതെന്ന് ഞാനിങ്ങനെ ഒരു മിനിറ്റ് ആലോചിച്ചത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം ഉണ്ണികൃഷ്ണൻ സ്ലോ ചെയ്യിപ്പിച്ചതാണ് അവിടെ. ഇതില്ലായിരുന്നു വെച്ചാൽ ഞാൻ ഇപ്പം എന്താ ഉണ്ടാവുക? എന്തായാലും അതിൻ്റെ ഒരു കാറ്റ് തട്ടിയാൽ തന്നെ നമുക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. മരിച്ചു പോയില്ല വെച്ചാൽ അതിലേറെ കഷ്ടമാവും ചെയ്യും, കൂടെയുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ കഷ്ടമാവും, എന്തൊക്കെ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ ഒരു നൂലിഴ വ്യത്യാസത്തിൽ അവിടെ ആരാണ് കൈവച്ച് തടഞ്ഞ് എന്നെ രക്ഷപ്പെടുത്തിയത്? ഉണ്ണികൃഷ്ണനാണ്, യാതൊരു സംശയവുമില്ല. ഇതേപോലെ അനേക ലക്ഷം അനുഗ്രഹങ്ങൾ നമുക്ക് ഭഗവാൻ തരുന്നുണ്ട്. അതിലേക്ക് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുക മാത്രമേ വേണ്ടൂ. നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മളെ അത്രയും സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. ബി പോസിറ്റീവ് ഓൾവേസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. ഇനിയും ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരി.